Good morning. Once again, welcome back to ICT class. We are already discussing about our chapter, our last chapter, okay, into the wonderful world of the sky. ആകാശവിസ്മയങ്ങളിലേക്ക് എന്നുള്ള അവസാനത്തെ അധ്യായമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അധ്യായത്തിൻ്റെ ലാസ്റ്റ് ഭാഗത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് ലെറ്റ്സ് സീ let's assess section. Okay, the first activity is using stellarium software. Search for the star തിരുവാതിര എന്ന നക്ഷത്രത്തെ സ്റ്റെലേറിയത്തിൽ സെർച്ച് ചെയ്ത് കണ്ടെത്തുക എന്നുള്ള ആക്ടിവിറ്റി. ഈ ഒരു ആക്ടിവിറ്റിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, തിരുവാതിര എന്ന നക്ഷത്രത്തെ അല്ലെങ്കിൽ സ്റ്റാറിനെ സ്റ്റെലേറിയത്തിൽ സെർച്ച് ചെയ്ത് കണ്ടെത്തുക. ഓക്കെ, for that we have to open the stellarium software. ഓക്കെ, അതിനായിട്ട് നമുക്ക് ആദ്യം stellarium സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യണം. ഓക്കെ, ആപ്ലിക്കേഷൻസ്, എഡ്യൂക്കേഷൻ, stellarium, ആപ്ലിക്കേഷൻസ്, എഡ്യൂക്കേഷൻ, stellarium, ആ രീതിയിൽ നമുക്ക് stellarium സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. then fix the status bar and toolbar. ഓക്കെ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമ്മൾ കുറേ പ്രാവശ്യം ചെയ്തു. ഓക്കെ, ദെൻ നമുക്ക് ആദ്യമായിട്ട് ഇതിൻ്റെ ലാംഗ്വേജ് നമുക്ക് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാം. ഓക്കെ, കൺഫിഗറേഷൻ വിൻഡോയിൽ എന്ത് ചെയ്യാം, നമുക്ക് സ്കൈ കൾച്ചർ ലാംഗ്വേജ് എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് മലയാളം സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, യെസ്, ഇവിടെ മലയാളം സെറ്റ് ചെയ്താൽ ലാംഗ്വേജ് ഓട്ടോമാറ്റിക്കായിട്ട് മലയാളം സെറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, then എന്ത് ചെയ്യാം, നമുക്ക് കോൺസ്റ്റലേഷൻ ലൈൻസ്, കോൺസ്റ്റലേഷൻ ലേബൽസ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എനേബിൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കുറേയധികം നക്ഷത്ര രൂപങ്ങളും ആസ്ട്രോണമിക്കൽ ലൈൻസും കോൺസ്റ്റലേഷൻ ലൈൻസും ഇതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ നമുക്ക് തിരുവാതിര എന്നുള്ള നക്ഷത്രത്തെയാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. നമുക്കിവിടെ സൂം ഔട്ട് ചെയ്ത് നമുക്കിങ്ങനെ നിരീക്ഷിക്കാം എവിടെയാണ് തിരുവാതിര വരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഈ രീതിയിൽ ഗ്രൗണ്ട് ടൂൾ ക്ലിക്ക് ചെയ്താൽ ഈ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇവിടെ എവിടെയോ തിരുവാതിര എന്നുള്ള നക്ഷത്രമുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് കാണാം, നമ്മൾ മലയാളം ലാംഗ്വേജിലേക്ക് മാറ്റിയത് കൊണ്ടാണ് എന്ത് കിട്ടുന്നത്. ഇതേപോലെ ചിങ്ങം, കന്നി, ആ രീതിയിൽ മലയാളം കിട്ടുന്നത് അല്ലേ, മലയാളം ലാംഗ്വേജിലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എവിടെയോ നമുക്ക് തിരുവാതിര നക്ഷത്രം ഉണ്ടാവും. അതാദ്യം നിങ്ങൾ ലേബൽ ചെയ്യുമ്പം ശ്രദ്ധിക്കുക. ഓക്കെ,
ഓക്കെ, സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയർ സ്റ്റക്കായിട്ടുണ്ട്. നമുക്കൊന്നും കൂടി റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ആപ്ലിക്കേഷൻസ്, എഡ്യൂക്കേഷൻസ്, സ്റ്റെല്ലേറിയം എന്നുള്ള വേയിൽ ലെറ്റ്സ് ഓപ്പൺ സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയർ. സ്റ്റാറ്റസ് ബാർ ആൻഡ് ടൂൾ ബാർ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഫിക്സ് ചെയ്യാം. ഓക്കെ, ദെൻ ലാംഗ്വേജ് ജസ്റ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. Change it into Malayalam and fix the status bar and toolbar. Okay, then enable constellation lines, constellation labels and constellation art. Okay, ഇവിടെ കുറേ കോൺസ്റ്റലേഷൻ ലൈൻസും കോൺസ്റ്റലേഷൻ ആർട്ടും കോൺസ്റ്റലേഷൻ ലേബിൾസും കാണാം. ഇതിൽ തിരുവാതിര എന്നുള്ള നക്ഷത്രം എവിടെയാണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ വേട്ടക്കാരൻ എന്നുള്ളതിൻ്റെ കുറച്ച് മുകളിലായിട്ട് തിരുവാതിര എന്നുള്ള നക്ഷത്രം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും തിരുവാതിര. തിരുവാതിര എന്നുള്ളൊരു നക്ഷത്രം നമുക്കിവിടെ സൂം ഇൻ ചെയ്ത് ഇവിടെ വ്യൂ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ നമുക്കിവിടെ എടുത്തേക്കാം. നേരത്തെ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ പോലെ പ്രിൻ്റ് സ്ക്രീൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ലെറ്റ്സ് വൈൻഡ് അപ്പ് ടുഡേയ്സ് സെഷൻ. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു ഇത്. ഓക്കെ, 6th ചാപ്റ്റർ. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതൊരു തികച്ചും ഒരു പ്രാക്ടിക്കൽ ഓറിയൻ്റഡ് ആയിട്ടുള്ളൊരു അധ്യായമാണ് ഈ ചാപ്റ്റർ. അതുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ മാത്രമേ ക്ലാസ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, സ്കൂളിൽ വരാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടായാലും നമുക്ക് ലാബിൽ നിന്ന് തന്നെ എല്ലാവർക്കും ഇത് ചെയ്തിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. Okay children, we'll see you on next class. Okay, have a good day.